സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. അതാവട്ടെ ഇന്നത്തെ വീഡിയോ. ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. ജീൻ മ്യൂട്ടേഷൻ കാരണം ഹീമോഗ്ലോബിനിൽ ഡിഫെക്ഷൻ ഉണ്ടാവുന്നു. അതുമൂലം RBCയുടെ ഷേപ്പ് നോർമൽ ഷേപ്പ് എന്ന് പറയുന്ന ഡിസ്ക് ഷേപ്പാണ്. അതിൽ നിന്നും മാറി സിക്കിൾ അഥവാ അരിവാളിന്റെ പോലെ വളഞ്ഞു വരുന്നു. ഇതിന് ക്രസന്റ് മൂൺ ഷേപ്പ് എന്നും പറയാറുണ്ട്. ഡിസ്ക് ഷേപ്പിലുള്ള RBC ആകുമ്പോൾ ബ്ലഡ് ഫ്ലോ പെട്ടെന്ന് തന്നെ പറ്റും അല്ലേ. എന്നാൽ സിക്കിൾ ഷേപ്പിലാവുമ്പോൾ ബ്ലഡ് ഫ്ലോ വളരെ കുറയുകയും ചെയ്യും. ഇത് ബോഡി പാർട്സിലേക്ക് ബ്ലഡ് എത്താതെ വരികയും അതുവഴി അനീമിയ ഉണ്ടാവുകയും ചെയ്യും. നോർമൽ RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 ഡേയ്സ് ആണ്. എന്നാൽ ഈ സിക്കിൾ സെൽസിന് 20 ഡേയ്സ് മാത്രമേ ലൈഫ് സ്പാൻ ഉണ്ടാവുകയുള്ളൂ. ഇനി സിംറ്റംസിലേക്ക് വരുമ്പോൾ ഓരോരുത്തർക്കും സിംറ്റംസ് പ്രകടമാവുന്നത് ഓരോ തരത്തിലാണ്. എങ്കിലും പൊതുവെയുള്ള അനീമിക് സിംറ്റംസ് ആയ വിളർച്ച, ക്ഷീണം, കിതപ്പ്, ശ്വാസമുട്ട് തുടങ്ങിയവ ഇതിലും കാണാം. എല്ലാ ഓർഗനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും എന്ന് പറഞ്ഞല്ലോ. ഇത് അതത് ഓർഗനിൽ ഓരോ ഡാമേജ് ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ സ്പ്ലീനിലാണെങ്കിൽ സ്പ്ലീനോമെഗാലി, ബോൺസിലാണെങ്കിൽ ഓസ്റ്റിയോപോറോസിസ്, ലിവറിലാണെങ്കിൽ ഹെപ്പാറ്റോമെഗാലി, ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും. ഈ ബ്ലഡ് ഫ്ലോ ഒബ്സ്ട്രക്ഷൻ കാരണം ചില ആൾക്കാർക്ക് കൈകളിലും കാലുകളിലും നീര് അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചില പേഷ്യൻസിന് സിവിയർ പെയിൻ അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ ബോഡിയിൽ സ്പ്ലീൻ ആണ് ഇൻഫെക്ഷനെതിരെ പോരാടുന്ന ഒരു ഓർഗൻ അല്ലേ. അപ്പൊ ഇതിന് വരുന്ന ഡാമേജ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു. ഇനി ഡയഗ്നോസിസിലേക്ക് വരുമ്പോൾ ഫീറ്റൽ സ്റ്റേജിൽ തന്നെ നമുക്കിത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ആംനിയോസെന്റസിസ് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ DNA അനാലിസിസ് വഴി ഈ രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാം. ഇനി ഈ അസുഖത്തിന് റിസ്ക് ഫാക്ടേഴ്സിലേക്ക് വരുമ്പോൾ ഒന്നാണ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്, ഇവിടെ ഓക്സിജൻ കുറവാണല്ലോ. 2 ഡീഹൈഡ്രേഷൻ, ഇതിൽ ബ്ലഡ് വളരെ തിക്ക് ആവുന്നതുകൊണ്ട് തന്നെ ഇതും ട്രിഗറിംഗ് ഫാക്ടറാണ്. മൂന്നാമത്താണ് എക്സ്ട്രീം ടെമ്പറേച്ചർ, അത് ചൂടാവാം തണുപ്പാവാം. ഇനി ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാവുന്നത്. ആവശ്യമെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ഫ്ലൂയിഡ് തെറാപ്പി അല്ലെങ്കിൽ പെയിൻ മാനേജ്മെന്റും ചെയ്യാം. ഇതിന് പുറമെ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കുക. കൂടാതെ ഫോളിക് ആസിഡ് റിച്ചായ ഫുഡ് കഴിക്കാനും ശ്രദ്ധിക്കുക.